ഓം ഗണപതേ നമഃ. ഓം വിഷ്ണവേ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതത്തിലെ ഉത്തങ്ക മുനിയെ പറ്റിയുള്ള വിവരങ്ങളാണ്. ഉത്തങ്ക മുനിയെ പറ്റി വർണ്ണിച്ചിരിക്കുന്നതിൽ ആദ്യത്തെ 156 വരികളാണ് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ജനമേജയനും അനുജന്മാരായ ശ്രുതസേനൻ, ഉഗ്രസേനൻ, ഭീമസേനൻ എന്നിവർ പുണ്യഭൂമിയായ കുരുക്ഷേത്രത്തിൽ ചെന്ന് ഒരു യാഗം തുടങ്ങി. ആ സമയത്ത് എന്തെങ്കിലും ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി സാരമേയൻ എന്ന നായ ആ പ്രദേശത്ത് എത്തപ്പെട്ടു. നായയെ കണ്ട ഉടനെ തന്നെ ജനമേജയന്റെ അനുജന്മാര് 3 പേരും കൂടി ചേർന്ന് അതിനെ മർദ്ദിച്ചു. അത് കരഞ്ഞു വിളിച്ച് മാതാവായ സരമയോട് പരാതി പറഞ്ഞു. സരമ ദേവേന്ദ്രന്റെ പട്ടിയാണ്. പല വിഷയങ്ങളിലും ഒത്തുതീർപ്പിനും വിവരങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ശരമയെ നിയോഗിക്കാറുണ്ട്. ഒരിക്കലേ പാനിസ് എന്ന അസുരന്മാര് തട്ടിക്കൊണ്ടുപോയ പശുക്കളെ അന്വേഷിക്കാൻ ശരമയാണ് നിയോഗിക്കപ്പെട്ടത്. അങ്ങനെയുള്ള ശരമയുടെ അടുത്ത് പുത്രൻ വന്ന് കരഞ്ഞ് വിവരം പറഞ്ഞപ്പോൾ ശർമ്മ ചോദിച്ചു, നീ അവരുടെ ഹവ്യം അശുദ്ധമാക്കിയോ? അതിൻ്റെ മണമടിക്കത്തക്ക വിധത്തിലെ അടുത്ത് ചെന്നിരുന്നോ? ശരമയൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞാൻ ആ പ്രദേശത്തേക്ക് പോയില്ല, വളരെ അകലെയാണ് ഇരുന്നത്. യാതൊരു പ്രകോപനവും ഉണ്ടാകാത്ത വിധത്തിൽ ഇരുന്നിട്ടും അവരെ എന്നെ മർദ്ദിച്ചു, അവശനാക്കി. അപ്പൊ ശർമ്മ ഓടി ജന്മേജയന്റെ യാഗസ്ഥലത്ത് വന്നു. നിങ്ങളെ യാതൊരു തെറ്റും ചെയ്യാത്ത എൻ്റെ മകനെ മർദ്ദിച്ച് വിഷമിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ശപിക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉടൻ തന്നെ ഒരു ആപത്ത് വന്നു ചേരും. അത് കേട്ട ജനമേജയൻ യാഗം പൂർത്തിയാക്കി ശാപം ഒഴിവാക്കുന്നതിന് വേണ്ടി പരിശ്രമങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ശ്രുതശ്രവസിന്റെ മകനായ സോമശ്രവസിനെ പുരോഹിതനായിട്ട് ഭരിച്ചു. പരിഹാരങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ജനമേജയൻ തക്ഷശില ആക്രമിക്കുകയും ആ പ്രദേശം പിടിച്ചെടുത്ത് രാജ്യം വിപുലമാക്കുകയും മറ്റും ചെയ്തു. സമാവർത്തനം കഴിഞ്ഞ് ഗൃഹസ്ഥനായി ജീവിക്കുന്ന വേദ ബ്രാഹ്മണര് ജനമേജയനും പൗഷ്യനും എന്നു പേരായ 2 ക്ഷത്രിയന്മാർ വന്ന് യജ്ഞത്തിന് കൂട്ടിക്കൊണ്ടുപോയി. ആ പുസ്തകങ്ങളിലെ ചില പുസ്തകങ്ങളിലെ മുനി വേദബ്രാഹ്മണൻ ദേശാടനത്തിന് പോയതായിട്ടാണ് പറയപ്പെടുന്നത്. യാഗത്തിന് പോയാലും ദേശാടനത്തിന് പോയാലും ഗ്രഹം വിട്ട് കുറച്ച് ദിവസം തങ്ങേണ്ടതായ ഒരു സാഹചര്യം വന്നപ്പോഴേ അദ്ദേഹത്തിൻ്റെ 3 ശിഷ്യന്മാരിൽ ഉദങ്ക മുനിയെ ഗ്രഹത്തിലെ വിവരങ്ങൾ മനസ്സിലാക്കി വേണ്ടതുപോലെ ചെയ്യുന്നതിന് ഏർപ്പാടാക്കി. ഉദങ്ക മുനിയെന്നും ഉത്തങ്ക മുനിയെന്നും ഒക്കെ വ്യത്യാസങ്ങൾ ചില പുസ്തകങ്ങളിലുണ്ട്. അങ്ങനെ മുനി പോയി വളരെ കാലം കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം ആചാര്യൻ്റെ ഭാര്യ ഋതുമതിയായി. ആചാര്യൻ്റെ ഭാര്യയും മറ്റു ചില സ്ത്രീകളും കൂടി ഉത്തുങ്കനെ സമീപിച്ച് പുത്രോത്പാദനം ചെയ്യണം എന്നാവശ്യപ്പെട്ടു. ഗുരുപത്നിയെ മാതാവിനെ പോലെ കാണണമെന്നാണ് പ്രമാണം. ഉദങ്കമുനിക്ക് അത് വേണ്ടതുപോലെ അറിയാം. അതുകൊണ്ട് ഉദങ്കമുനി ആ നിർദ്ദേശം സ്വീകരിച്ചില്ല. ഗുരു എന്നെ ആ വിഷയം ഏൽപ്പിച്ചിട്ടില്ല എന്ന് ഉദങ്കമുനി പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് ആ മുനി ആ വീട്ടിലെത്തിച്ചേരുകയും വിവരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഉദങ്കമുനിയോട് പറഞ്ഞു, നിന്റെ ആത്മശുദ്ധി മനസ്സിലാക്കി ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് എല്ലാവിധ നന്മകളും വരും. അപ്പോൾ ഉദങ്കമുനി പറഞ്ഞു, എനിക്ക് അങ്ങേക്ക് ദക്ഷിണ തന്നിട്ട് വേണം ഗ്രഹത്തിലേക്ക് പോകുവാൻ. അപ്പോൾ മുനി ആവശ്യപ്പെട്ടു കുറച്ച് ദിവസം കൂടി അവിടെ തങ്ങണമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കൂടെ തങ്ങി. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേ വീണ്ടും മുനിയോട് ഉദങ്ക മുനി പറഞ്ഞു, എനിക്ക് അങ്ങേക്ക് ദക്ഷിണ തന്നതിന് ശേഷം പോകണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ മുനി പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല. നീ എൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ അവൾക്ക് ആവശ്യമുള്ളത്
നൽകിയാൽ മതി എന്ന് പറഞ്ഞു. ഉദംഗ മുനി ആ ഗുരുവിൻ്റെ ഭാര്യയെ സമീപിച്ച് വിവരങ്ങൾ പറഞ്ഞപ്പോൾ ഗുരുപത്നി പറഞ്ഞു, എനിക്ക് പൗഷ്യരാജാവിൻ്റെ ക്ഷത്രിയ ഭാര്യയായ രാജ്ഞി ധരിക്കുന്ന കുണ്ടലങ്ങൾ വേണം എന്നാഗ്രഹമുണ്ട്. ഉദംഗ മുനി അതിനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ കാളപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരാളിനെ കാണുകയും ആ കാളയുടെ മലം ഭക്ഷിക്കണമെന്ന് ഉദംഗനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഉദംഗൻ ഒന്ന് മടിച്ചു നിന്നപ്പോൾ കാളപ്പുറത്തിരിക്കുന്ന ആൾ പറഞ്ഞു, നിന്റെ ഗുരു ഇത് ഭക്ഷിച്ചിട്ടുണ്ട്, ഇത് നിനക്ക് പ്രയോജനപ്പെടും. പൂർണ്ണ താല്പര്യമില്ലെങ്കിലും ഉദംഗൻ അത് ഭക്ഷിച്ച് നിന്നുകൊണ്ട് തന്നെ ആചമനം നടത്തി യാത്ര പുറപ്പെട്ടു. അതിന് വ്യവസ്ഥയില്ല എങ്കിലും അത് നിന്നുകൊണ്ട് ചെയ്യാനിടയായി. അങ്ങനെ ഉദംഗൻ പൗഷ്യരാജ്യത്ത് എത്തിച്ചേർന്നു. ആ രാജാവിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, അത് രാജ്ഞിയോട് ചോദിച്ച് വാങ്ങിക്കണം. ഉടൻ തന്നെ ഉദംഗൻ രാജ്ഞിയെ സമീപിക്കാൻ അന്തഃപുരത്തിലെത്തിയെങ്കിലും രാജ്ഞിയെ കണ്ടു കിട്ടിയില്ല. തിരിച്ചു വന്ന രാജാവ് എന്നെ കളിയാക്കുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, അശുദ്ധിയുള്ളവരെ നോക്കിയാൽ രാജ്ഞിയെ കാണാൻ സാധിക്കില്ല, നിനക്കെന്തോ അശുദ്ധി സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ നിന്നുകൊണ്ട് ആചമനം നടത്തിയ കഥ ഉദംഗൻ ഓർമ്മിക്കുകയും അശുദ്ധിയായതിനു ശേഷം വന്ന് അന്വേഷിച്ചപ്പോൾ രാജാവിൻ്റെ പത്നിയെ കാണുകയും വന്ന കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി കുണ്ടലങ്ങൾ നൽകുകയും ചെയ്തു. ആ ദാനം കൊടുക്കുന്നത് എപ്പോഴും ശ്രേയസ്കരമാണ്. എന്നാൽ യോഗ്യതയുള്ളവർക്ക് മാത്രമേ കൊടുക്കാവൂ. അല്ലാതെ കൊടുത്താൽ അത് ദോഷത്തിനിടയാക്കും. അതറിയാവുന്ന രാജ്ഞി ഉദംഗന് വളരെ സന്തോഷത്തോടു കൂടി കുണ്ടലങ്ങൾ കൊടുത്തു. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇത് ആ തക്ഷകൻ നോട്ടമിട്ട് വെച്ചിരിക്കുന്ന കുണ്ടലങ്ങളാണ്, അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു കൊണ്ടുപോകണം. അതുമായി രാജാവിനെ സമീപിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് പോവാം. അങ്ങനെ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴേ തണുത്ത ഭക്ഷണമാണ് കിട്ടിയത്. ഭക്ഷണത്തിലെ ഒരു മുടിയും കാണപ്പെട്ടു. ഉദംഗമണി രാജാവിനെ ശപിച്ചു. അത് കേട്ട രാജാവും തിരിച്ച് ശപിച്ചു. അപ്പോൾ ഉദംഗമണി ആവശ്യപ്പെട്ടു രാജാവിനോട് ഇതൊന്ന് പരിശോധിച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ രാജാവിന് അത് ബോധ്യപ്പെട്ടു. ഉദംഗമണി രാജാവിനോട് പറഞ്ഞു, അങ്ങയുടെ ശാപം എനിക്ക് ഏൽക്കുകയില്ല, കാരണം ഞാൻ പറഞ്ഞത് സത്യമാണ്, അതുകൊണ്ട് അത് ഏൽക്കുകയില്ല. ഞാൻ അങ്ങയ്ക്ക് നൽകിയ ശാപം ചെറിയൊരു കാലയളവ് കഴിയുമ്പോഴേ പരിഹരിക്കപ്പെടും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിഞ്ഞ് ഉദംഗമണി ഗുരുവിൻ്റെ ഗൃഹത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ വേഷം മാറി ആ തക്ഷകൻ പിന്നാലെ കൂടി. ജലത്തിൽ ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ കുണ്ടലങ്ങളെ കരയിൽ വെച്ചു. ആ സമയത്ത് തക്ഷകൻ അടിച്ചുകൊണ്ട് പോവുകയും കുണ്ടലങ്ങൾ കൈ കിട്ടിയപ്പോൾ രൂപം മാറി സമീപത്ത് കണ്ട ഒരു മാളത്തിൽ കൂടി പാതാള ലോകത്തേക്ക് പോവുകയും ചെയ്യും. ഇനിയുള്ള ഭാഗങ്ങൾ നാളത്തെ പാരായണത്തിലേ വരികയുള്ളൂ. എന്നാൽ ആ കഥ പൂർത്തീകരിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. ആ തക്ഷകൻ ഇറങ്ങിപ്പോയ ആ സ്ഥലത്ത് പരിശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഉദംഗൻ അവിടെ നിന്ന് ഈശ്വരന്മാരെയൊക്കെ വിളിച്ചു ഇന്ദ്രൻ്റെ സഹായമൊക്കെ തേടി. അങ്ങനെ ആ വഴിയിലൂടെ ആ യാത്ര പോവാൻ കണക്കാക്കി വലുതാക്കിയ വഴിയിൽ കൂടെ ഉദംഗൻ പാതാള ലോകത്തെത്തപ്പെടുകയും അവിടെ കണ്ട കുതിരക്കാരൻ്റെ സഹായത്തോടു കൂടി ആ തക്ഷകനെ ചില ബുദ്ധിമുട്ടുകൾ ഉദംഗൻ ഉണ്ടാക്കിയപ്പോൾ കുണ്ടലങ്ങൾ തിരിച്ചു കൊടുത്ത് അത് വാങ്ങി ഗുരുപത്നിയെ ഏൽപ്പിച്ചു. അതിനുശേഷം ഗുരുവിനെ കണ്ടപ്പോൾ കാളയാരായിരുന്നു, ആ ചാണകത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉദംഗമുനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തൻ്റെ ശിഷ്യനെ വാത്സല്യപൂർവം യാത്രയാക്കുകയും ചെയ്തു. മഹാഭാരത കഥ കേൾക്കുന്ന കൂട്ടത്തിൽ അതിൽ അടങ്ങിയിരിക്കുന്ന അന്തസത്ത മനസ്സിലാക്കി ശ്രേയസ്സുണ്ടാകുന്ന ആ പ്രവർത്തികൾക്ക് തൻ്റെ മനസ്സിനെ ഓരോരുത്തരും പാകപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യാഖ്യാനം ഭഗവത് പാദങ്ങളിൽ
സമർപ്പിക്കുന്നു. ഓം വിഷ്ണവേ നമഃ.